CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകാൻ പോവുകയാണ്. ആലപ്പുഴയിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം നടക്കുന്ന കാനം രാജേന്ദ്രൻ നഗറിൽ രാവിലെ 10 മണിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങും. KR ചന്ദ്രമോഹൻ പതാക ഉയർത്തും. തുടർന്ന് ദേശീയ ജനറൽ സെക്രട്ടറി D രാജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 12-ന് സമ്മേളനം സമാപിക്കും. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ഷാജി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ CPIയുടെ സംസ്ഥാന സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പലതരത്തിലുള്ള വാർത്തകൾ ഒക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങളായി പ്രചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ എന്താണിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് പങ്കുവയ്ക്കാൻ പറ്റുന്നത്? മനു, ആലപ്പുഴ CPI സംസ്ഥാന സമ്മേളനത്തിനായിട്ട് 43 വർഷത്തിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലേക്ക് തിരിച്ചു വരുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ പൂർണ്ണമായിട്ടും സജ്ജമായി കഴിഞ്ഞു. CPIയുടെ നേതാക്കളും പ്രതിനിധികളും ഒക്കെ തന്നെ ആലപ്പുഴ എത്തിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ എൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദി അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഇതുപോലെ തന്നെ ആലപ്പുഴ നഗരം പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, പുന്നപ്ര വയലാറിൻ്റെ രക്തസാക്ഷികളുടെ നാട്ടിൽ 43 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും CPIയുടെ സംസ്ഥാന സമ്മേളനത്തിനുള്ള തുടക്കമാണ്. ഇന്നലെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ CPIയുടെ ശതാബ്ദി സ്മരണയുടെ ഭാഗമായിട്ട് 100 വനിതാ അത്ലറ്റുകൾ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഈ നഗറിലേക്ക് എത്തിച്ചേരും. ഇവിടെയാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. ഇപ്പോൾ നമ്മുടെ സ്വാസംഘം ജനറൽ കൺവീനർ TJ ആഞ്ചലോസ് ഉണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട്, അങ്ങനെ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം. എന്തായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഈ സമ്മേളനത്തെ ജനങ്ങൾ പൊതുവെ കാണുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം 43 ആണ്ടുകൾക്ക് ശേഷം ആലപ്പുഴയിൽ നടക്കുകയാണ്. ജനങ്ങളാകെ ഏറ്റെടുത്ത ഒരു സമ്മേളനമാണിത്. വലിയ തോതിലുള്ള ജനകീയ പങ്കാളിത്തമാണ് ഓരോ ദിവസവും നടന്നിട്ടുള്ള പരിപാടികളിൽ ഉണ്ടായിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും അതിശക്തമായ ഇടതുപക്ഷ ഐക്യം, അതേപോലെ തന്നെ മതേതര ശക്തികളുടെ യോജിപ്പ്, അതിനുവേണ്ടിയുള്ള നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസുകൾ സ്വീകരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തി 3-ാം ഊഴത്തിലേക്ക് കേരളത്തെ നയിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സമ്മേളനമാണിത്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ്. ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ബഹുജന സംഘടനകളെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ. സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള പുത്തൻ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന സെമിനാറിലേക്ക് നീങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന സമ്മേളനം എന്നുള്ള തരത്തിൽ വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു. രാവിലെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് നീങ്ങുകയാണ്. ചില ഊഹാപോഹങ്ങളും വാർത്തകളുമൊക്കെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുമൊക്കെ തന്നെ വരുന്നുണ്ട്. അല്ല, പാർട്ടിക്കെതിരെ എല്ലാ സമ്മേളനങ്ങളിലും, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളുടെ സമ്മേളനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോഴും കുപ്രചരണങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണ വരുത്തുന്ന വാർത്തകളുമൊക്കെ ഉണ്ടാകും. കേരളത്തിൽ ഇന്ന് നടന്ന 14 ജില്ലാ സമ്മേളനങ്ങളും വളരെ ശക്തമായ തരത്തിലുള്ള യോജിപ്പോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തുറന്നു വരുന്ന സംസ്ഥാന സമ്മേളനം എന്നുള്ള തരത്തിൽ ആലപ്പുഴ സമ്മേളനത്തിലും അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത്. മറ്റു തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. മുൻകാലങ്ങളിലും CPIയുടെ സമ്മേളനങ്ങൾ അത്തരത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. താങ്ക് യു. എന്തായാലും സ്വാസംഘം ജനറൽ കൺവീനർ TJ ആഞ്ചലോസ് ആണ് ഈ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ നിലവിൽ പാർട്ടിക്കെതിരെ വന്ന ചില ഊഹാപോഹങ്ങളും വാർത്തകളെക്കുറിച്ചുമൊക്കെ തന്നെ പങ്കുവച്ചത്. എന്തായാലും സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്പസമയത്തിനകം ഇവിടെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. ഈ കൺവെൻഷൻ സെൻറ്ററിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ അവസാനവട്ട മിനുക്കുപടികളാണ് നമുക്ക് കാണുന്നത്. പാർട്ടിയുടെ യൂട്യൂബ് ചാനലായ കനൽ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ K നാരായണ ആണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K പ്രകാശ്, KP രാജേന്ദ്രൻ, P സന്തോഷ് കുമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതി സമ്മേളനം ആരംഭിക്കുന്നത് ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. D രാജയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രതി സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വൈകിട്ട് നടക്കുന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നത്. അതും ഇവിടെ തന്നെയാണ്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് SK കൺവെൻഷൻ സെൻറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ
സെമിനാറിൽ പങ്കെടുക്കുന്ന ഫെഡറലിസത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഭാവി എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സമാപനം 12-നാണ്. ആലപ്പുഴ ബീച്ചിലാണ് 10,000-ങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമാപന സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 2-3 ദിവസങ്ങളിൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉത്സവ ലഹരിയിലാണ്. CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും അതോടൊപ്പം തന്നെ അവരുടെ നേതാക്കളുമൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. മൊത്തത്തിൽ ഏതാണ്ട് 39 ക്ഷണിതാക്കൾ ഉൾപ്പെടെ 528 പ്രതിനിധികളാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മനു. ഓക്കെ താങ്ക് യു ഷാജി. ഷാജഹാനാണ് രാവിലെ നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്. CPIയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നു. വിവരങ്ങളാണ് നൽകിയത്.